ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അതിലേക്ക് നടക്കുന്ന കുറ്റകര അനാസ്ഥ, അഴിമതി, കഴിവില്ലായ്മ, അതിനെല്ലാം അവര് സമരം ചെയ്തു, എക്സ്പോസ് ചെയ്തു. പ്രതിപക്ഷ പാർട്ടിയായ ഉത്തരവാദിത്വം ജനങ്ങൾ ബി.ജെ.പിക്ക് കൊടുത്തു. ആ ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ജനങ്ങളോട് ചോദിക്കുന്നു ഒരു അവസരം. ഭരിക്കാൻ മാത്രമല്ല, ബി.ജെ.പിന്റെ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം ചോദിക്കുന്നു. ഈ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വരുന്ന ദിവസത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുമ്പോട്ട് വയ്ക്കും, ജനങ്ങൾ മുമ്പിൽ വയ്ക്കും. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു ലക്ഷ്യം കേരള സംസ്ഥാനത്തിന് തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല ഭരണം, ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവേൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. സെക്കൻഡ് അല്ല, തേർഡ് അല്ല, ഫോർത്ത് അല്ല, ലാസ്റ്റ് അല്ല, ഏറ്റവും നല്ല ഭരണം ചെയ്യുന്ന ഒരു നഗരമാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ക്യാമ്പയിൻ തുടങ്ങുന്നു. 67 കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുന്നു. ഇവര് ബി.ജെ.പിന്റെ കാൻഡിഡേറ്റ്സുമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന ബി.ജെ.പിന്റെ പ്രവർത്തകരാണ്. ഈ വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ 365 ദിവസവും 24 മണിക്കൂറും അധ്വാനിക്കാൻ ഇറങ്ങുന്ന പ്രവർത്തകരാണ്. വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അഴിമതി രഹിത അനന്തപുരി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും, വലിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, ഒരു ഭരണം, ഈ തലസ്ഥാനമായ അനന്തപുരിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഒരു ഭരണം. ഞാനിന്ന് ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് ഒരു അടുത്ത 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അതിനുവേണ്ടി ഒരു രൂപരേഖയും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. പക്ഷെ ഇന്ന് ഞാൻ ഒരു ഉറപ്പ് തരുന്നു, ഈ പാർട്ടിയും ഈ പാർട്ടിന്റെ എല്ലാ കാൻഡിഡേറ്റ്സ് ഇന്ന് പ്രഖ്യാപിക്കുന്ന 67 സ്ഥാനാർത്ഥിയും അതിൻ്റെ ഒപ്പം വരുന്ന ദിവസത്തിൽ ബാക്കി സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും, അധ്വാനിക്കും. അത് എൻ്റെ ഉറപ്പാണ്, ഞങ്ങൾ ഈ പാർട്ടിയുടെ ഉറപ്പാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ ആണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അത് മനസ്സിൽ വെച്ച് ഞാൻ എല്ലാവരും, എല്ലാ സാധാരണ ജനങ്ങളുടെയും അനുഗ്രഹം ഈ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഞാൻ ചോദിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. അപ്പൊ ഞാൻ ലിസ്റ്റ് ഞാൻ ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു. 67 പേരെയാണ് പ്രഖ്യാപിക്കുക എന്നതാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആർ ശ്രീലേഖ സ്ഥാനാർത്ഥിയാക്കും എന്നൊരു സൂചനയുമുണ്ട്. എന്തായാലും ജനത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി
പ്രവർത്തിക്കുന്നവരാണ് ഈ 67 പേരും എന്നതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞത്. പാർട്ടിയും പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും ഈ 67 പേരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഇത് ഞങ്ങളുടെ ഉറപ്പാണ് എന്നതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക്, അനന്തപുരിയുടെ മണ്ണിലേക്ക് 67 പേരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. ഇനി ഇവർ നയിക്കും എന്നൊരിതാണ്, തിരുവനന്തപുരം നഗരം ഇനി ഇവർ നയിക്കും എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. പൂജപ്പര രാജലക്ഷ്മി, കരമന അജിത്ത്, പാപ്പനംകോട് നീറമൺകര ഹരി, പാപ്പനംകോട് നീറമൺകര ഹരി, കരിമം ആശാനാഥ്, മേലാങ്കോട് പാപ്പനംകോട് സജി, എസ്റ്റേറ്റ് അഭിലാഷ്, നേമം MR ഗോപൻ, നെടുങ്കാട് ബീന RC, കാലടി മഞ്ജു GS, കമലേശ്വരം V ഗിരി, അമ്പലത്തറ സിമി ജ്യോതിഷ്, തിരുവല്ലം S ഗോപകുമാർ, വെള്ളാർ സത്യവതി, പൂങ്കളം രതീഷ്, വഴുതക്കാട് ലതാ ബാലചന്ദ്രൻ, പാളയം പത്മിനി തോമസ്, തമ്പാനൂർ സതീഷ്, വലിയശാല സൂര്യ ഷിജു, ചാല SKP രമേശ്, മണക്കാട് സരിത, ശ്രീകണ്ഠേശ്വരം സുകന്യ, പേട്ട P അശോക് കുമാർ സാർ, വള്ളക്കടവ് ഗീത ദിനേശ്, പുത്തമ്പള്ളി ധന്യ ജെ, ഭീമാപള്ളി സിന്ധു M, വലിയതുറ ജയാറാണി വിൽഫ്രഡ്, വെട്ടുകാട് ഹിൽഡ ജോർജ്, കൊടുങ്ങാനൂർ VV രാജേഷ്, നെട്ടയം
നെട്ടയം യമുന, വലിയവിള VG ഗിരികുമാർ, കാഞ്ഞിരപ്പാറ സുമി SS, പൊന്നുമംഗലം ശ്രീദേവി, ശാസ്തമംഗലം ശ്രീമതി R ശ്രീലേഖ, മുൻ DGP, കണ്ണമ്മൂല അജിത് VS, കുന്നുകുഴി കാവ്യ SS. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി BJPയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു. 67 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിരിക്കുന്നു. R ശ്രീലേഖ, ശാസ്തമംഗലത്ത് R ശ്രീലേഖയാണ് സ്ഥാനാർത്ഥി. കഴക്കൂട്ടത്ത് അനിൽ കഴക്കൂട്ടം സ്ഥാനാർത്ഥി. VV രാജേഷ് കൊടുങ്ങന്നൂരിലും സ്ഥാനാർത്ഥി. പാളയത്ത് പത്മിനി തോമസ് മത്സരിക്കും. ഇങ്ങനെ 67 പേരെയാണ് വിവിധ ഇടങ്ങളിലായി BJP സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്.